പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ദേശീയ പണിമുടക്ക് ആർക്കെല്ലാമാണ് അവധി ലഭിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് നാളെ. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി ദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ജൂലൈ 9 ബുധനാഴ്ച നാളെ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ പണിമുടക്ക് സമ്പൂർണ്ണമാകുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ജൂലൈ 8 അർദ്ധരാത്രി 12 മണി മുതൽ നാളെ ജൂലൈ 9 അർദ്ധരാത്രി 12 മണി വരെ 24 മണിക്കൂറാണ് പണിമുടക്ക്. കേന്ദ്ര ട്രേഡ് യൂണിയനുകൾക്കൊപ്പം ജീവനക്കാരുടെ ഫെഡറേഷനുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ കേരളത്തിൽ അഖിലേന്ത്യാ പണിമുടക്ക് സംസ്ഥാനത്ത് സമ്പൂർണ്ണമായേക്കും. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി എല്ലാ മേഖലയിലെയും തൊഴിലാളികളോട് സമരത്തിൽ പങ്കുചേരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തൊഴിലാളികൾ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, പൊതുമേഖലാ ജീവനക്കാർ, ബാങ്കിംഗ് ഇൻഷുറൻസ് ജീവനക്കാർ, വാണിജ്യ വ്യവസായ മേഖല, നിർമ്മാണം, മത്സ്യബന്ധനം, റോഡ് ഗതാഗതം എന്നീ മേഖലകളിലെ തൊഴിലാളികളും പണിമുടക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ജനറൽ കൺവീനർ എളമരം കരീം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പണിമുടക്കിന് പിന്തുണച്ച് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രധാന തൊഴിലാളി സംഘടനകളെല്ലാം പൊതുപണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ജനജീവിതത്തെ ബാധിച്ചേക്കും. സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ ജീവനക്കാരും ബാങ്കിംഗ് ജീവനക്കാരുമെല്ലാം സമരത്തിന്റെ ഭാഗമാകുമെന്നതിനാൽ വിവിധ സേവനങ്ങൾ തടസ്സപ്പെടാനും സാധ്യത. അതേസമയം അവശ്യ സർവീസുകൾ, പാൽ, പത്രവിതരണം എന്നിവയെ മാത്രമാണ് പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളത്തെ സംയുക്ത ട്രേഡ് യൂണിയന്റെ ദേശീയ പണിമുടക്ക് എല്ലാ ഗതാഗത സേവനങ്ങളെയും ബാധിക്കുമെന്നാണ് വിവരം. KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഓടില്ല. ടാക്സി സർവീസുകളും നിൽക്കുമെന്നാണ് അറിയുന്നത്. ബാങ്കിംഗ് മേഖലയും ഇൻഷുറൻസ് മേഖലയും അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം നാളത്തെ പണിമുടക്ക് ബാധിക്കും. ഗതാഗത സൗകര്യം ഇല്ലാത്തതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും നാളെ പ്രതിസന്ധിയിലാകും.